എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ കപ്പാട്, പിണ്ണാക്കനാട് എന്നീ ടൗണുകൾക്ക് മധ്യത്തിലായിട്ട് ഹൈവേയിൽ നിന്നും വെറും 250 മീറ്റർ മാത്രം ദൂരത്തിൽ അതിമനോഹരമായിട്ട് നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന 1850 സ്ക്വയർ ഫീറ്റ് 10 സെൻറ്റ് സ്ഥലം, 3 ബെഡ്റൂം 3 ബാത്റൂം എന്നീ സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു മുൻവശം വരുന്നത്. ഇതാണ് കിണറിൻ്റെ എല്ലാം വർക്കുകളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. മുറ്റത്തൊക്കെ ബാംഗ്ലൂർ സ്റ്റോൺ പാകിയിട്ടുണ്ട്. അതിലെല്ലാം ഗ്രാസ് സംഭവങ്ങളൊക്കെ ഇനി ചെയ്യാനുള്ളതാണ്. പണി തീർന്ന ഉടനെ തന്നെ നമ്മൾ വീഡിയോ എടുത്തതാണ്. നല്ലൊരു ഡിസൈനിൽ, നല്ലൊരു എഞ്ചിനീയറുടെ മികച്ച ഒരു പ്ലാനിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ചെടികളൊക്കെ കുറച്ചൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി വർക്കുകളൊക്കെ തീരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 72 ലക്ഷം രൂപ മാത്രമാണ്. വിലയിൽ മാന്യമായ കുറവുകളൊക്കെ വരുന്നതാണ്. ആദ്യമായിട്ട് ഒരു 2 സുഹൃത്തുക്കൾ ചേർന്ന് ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു സംരംഭമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു കാർ പോർച്ച് വരുന്നത്. വലിയൊരു കാർ പോർച്ചാണ്. വടക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വാസ്തുശാസ്ത്ര വിധി പ്രകാരം എല്ലാം കൃത്യമായിട്ട് നോക്കിയും കണ്ടും ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഓരോ മുക്കും മൂലയും വളരെ സൂക്ഷ്മമായിട്ട് എല്ലാ സാധനങ്ങളും ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉപയോഗിച്ച് ഏറ്റവും മികച്ച രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബഡ്ജറ്റിലൊക്കെ ഒരു വീട് നോക്കുന്നവർക്ക് നല്ല ഉറപ്പോടുകൂടി വാങ്ങാൻ പറ്റുന്ന ഒരു വീടാണിത്. അപ്പോൾ വീടിൻ്റെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നു. നല്ല ഉയരത്തിൽ തന്നെ വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ 2 വശങ്ങളിൽ നിന്ന് നോക്കിയാലും നല്ലൊരു ലുക്കാണ് ഈ വീടിന്. അപ്പോൾ അകത്തേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും ഈ വീട് എത്ര മനോഹരമായിട്ട്, എത്ര സൂക്ഷ്മതയോടെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന്. എല്ലാം വില കൂടിയ ഐറ്റംസ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ്. സ്കൂള്, പള്ളി, മറ്റ് ആരാധനാലയങ്ങൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഹോട്ടലുകൾ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഒരു 500 മീറ്ററിൽ ലഭ്യമാണ്. ഇതാണ് വീടിൻ്റെ ഒരു മുൻവശത്തു നിന്നുള്ള വീണ്ടും ഒരു ദൃശ്യം. ഈ ഒരു ഭാഗത്തൊക്കെയാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ സിറ്റ് ഔട്ടിലുള്ള ഓരോ വർക്കുകളാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇതിനുപയോഗിച്ചിരിക്കുന്ന മരങ്ങളെന്ന് പറയുന്നത് തേക്ക്, ആഞ്ഞിലി, പ്ലാവ് മുതലായവയാണ്. അതെല്ലാം നല്ല ഉണങ്ങിയ തടികൾ നോക്കി, നല്ല പക്കം നോക്കി വെട്ടിയ തടികൾ നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നൊരു വീടാണ്. ഇതാണ് തേക്കിൻ തടിയിൽ, ഇത് കല്ലൻ തേക്കെന്ന് നമ്മളിവിടെ പറയും. നമ്മുടെ ഈ തീക്കോയി പോലെയുള്ള ഭാഗത്തൊക്കെ കിട്ടുന്ന ഒരു തടിയാണ്. അതുപയോഗിച്ചാണ് ഈ ഫ്രണ്ട് ഡോർ ആണെങ്കിലും നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡോർ ഹാൻഡിലുകൾ, ലോക്കുകൾ, എല്ലാ സാധനങ്ങളും ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ്. ഇതാണ് നമ്മുടെ ഒരു ലിവിങ് ഹാൾ വരുന്നത്. വലിയ ഒരു ലിവിങ് ഹാളാണ്. അതുപോലെ തന്നെ ജനലൊക്കെ കൊടുത്തിരിക്കുന്നതൊക്കെ ആണെങ്കിലും, അതുപോലെ തന്നെ ഈ ലിവിങ് ഹാളിലെ ഓരോ ലൈറ്റുകളൊക്കെ ആണെങ്കിലും നല്ല സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് സ്വന്തം ആവശ്യത്തിന് പണിതുപോലെ തന്നെ പണിതിരിക്കുന്ന ഒരു വീടാണ്. ലിവിങ് ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് കയറുന്ന ഒരു ഭാഗം ചെറിയൊരു പാർട്ടീഷൻ വർക്ക് ഒക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് TV യൂണിറ്റും ഏറ്റവും അങ്ങേയറ്റത്തായിട്ടൊരു കോർട്ട്യാർഡും കാണാം. അതിലൊക്കെയാണ് നല്ല ഹാങ്ങിങ് ലൈറ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഈ വീടിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡൈനിങ് ഹാളാണിത്. അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടുള്ള ഒരു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 പാളിയുടെ വലിയൊരു ജനലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഈ റൂമിന് കുറച്ചും കൂടി, അല്ലെങ്കിൽ ഈ വീടിന് കുറച്ചും കൂടി ഭംഗി കൂട്ടുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. വീടിൻ്റെ മുകൾ വശത്തെ ഭാഗത്തെല്ലാം വരുന്നത് LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളാണ് ഇതിനുള്ളത്. ഇതാണ് നമ്മുടെ ഒരു ആദ്യത്തെ ബെഡ്റൂം. ആ ബെഡ്റൂമിന് കോമൺ ആയിട്ടൊരു ടോയ്ലറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പുറത്തുനിന്നൊക്കെയുള്ള ആൾക്കാർ വരുവാണെങ്കിൽ റൂമിൽ കയറാതെ തന്നെ ഇത് ഏറ്റവും സൗകര്യമാണ് ഈ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ റൂമിന് 4 പാളിയുടെ ഒരു ജനലും 1 പാളിയുടെ ഒരു ജനാലയുമാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമിലും AC പോയിന്റുകൾ, ഫാന്, ലൈറ്റ്, LED ലൈറ്റുകൾ മുതലായവ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ജാഗ്വാറിൻ്റെ ബാത്റൂം, മറ്റേ പൈപ്പുകൾ, വാഷ് ബേസിൻ മുതലായവയാണ്. ഇൻവേർട്ടറിനുള്ള സൗകര്യം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാത്റൂം കൂടി ഒന്ന് കാണാം. ബാത്റൂം ഡോറുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും സാധാ ഡോറുകളല്ല, ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഡോറുകളാണ് വെച്ചിരിക്കുന്നത്. ഇതിലും
ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഉയരത്തിൽ തന്നെ വാൾ ടൈലുകൾ ഒട്ടിച്ചിരിക്കുന്നു. എക്സോസ്റ്റ് ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നു. നല്ല ഡിസൈനിലുള്ള ടൈലുകൾ ഒട്ടിച്ചിരിക്കുന്നു. കെറോവൈറ്റിൻ്റെ ബാത്റൂം ഫിറ്റിങ്സുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു 10 വർഷം വാറണ്ടി ഉള്ള സാധനങ്ങളാണ്. ഷവർ ആകട്ടെ ടാപ്പാകട്ടെ എല്ലാം ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹൈവേ വരുന്നത് ഒരു 250 മീറ്ററാണ്. നമ്മൾ വീണ്ടും ഡൈനിങ് ഏരിയയിലേക്ക് എത്തി. നല്ല മനോഹരമാണ് ഇതിൽ വീഡിയോയിൽ കാണുന്നതിലും മനോഹരമാണ് ഈ വീട് നേരിട്ട് വന്ന് കാണുമ്പോൾ. നല്ലൊരു എഞ്ചിനീയറുടെ നല്ലൊരു മികച്ച പ്ലാൻ എന്ന് തന്നെ പറയാം. നല്ല രീതിയിലാണ് ഈ പ്ലാന് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. നല്ല ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്ത് ചെടികളൊക്കെ അവിടെ താഴെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ ലൈറ്റ് എല്ലാം കൊടുത്ത് കഴിയുമ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തരുന്ന ഒരു വീടാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത്. വളരെ വലിയ ഒരു ബെഡ്റൂമാണ്. 2 കട്ടിൽ വേണമെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിലും ഒരു 4 പാളിയുടെ ജനാലയാണ് കൂടുതൽ വായു സഞ്ചാരത്തിനായിട്ട് പ്രകാശം ലഭിക്കുന്നതിനായിട്ടും ചെയ്തിരിക്കുന്നത്. പഠിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിങ് ഏരിയ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഒരു കബോർഡ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം. ഈ ബാത്റൂമിലും നല്ല കളർ കോമ്പിനേഷനിൽ ടൈലുകളൊക്കെ കൊടുത്തിരിക്കുന്നു. നിലത്ത് മാറ്റ് ഫിനിഷിലുള്ള ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിങ്സ് നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള കെറോവൈറ്റിൻ്റെ ബാത്റൂം ഫിറ്റിങ്സുകളാണ്. കെറോവൈറ്റ്, ജാഗ്വാർ തുടങ്ങിയ കമ്പനികളുടെ ബാത്റൂം ഫിറ്റിങ്സുകളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമും വലിയ ബെഡ്റൂമാണ്. 3 പാളിയുടെ 2 ജനാലകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഓരോ ലൈറ്റുകൾ പോലും ആണെങ്കിലും നല്ല വില കൂടിയതും നല്ല കമ്പനികളുടെ സാധനങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിങ്ങിനായിട്ടുള്ള ഒരു ചെറിയ ഒരു ഏരിയ തിരിച്ചിട്ടുണ്ട്. ഇതാണ് മൂന്നാമത്തെ ബാത്റൂമിൻ്റെ ഡോറാണ് നമ്മൾ കണ്ടത്. അത് നല്ല സാധനങ്ങൾ തന്നെയാണ് വെച്ചിരിക്കുന്നത്. സാധാരണ വീടുകളിൽ വെക്കുന്ന പോലത്തെ ഈ 2000 രൂപ 3000 രൂപയുടെ സാധനങ്ങളൊന്നും അല്ല വെച്ചിരിക്കുന്നത്. എല്ലാം വില കൂടിയ ഐറ്റംസ് മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ധൈര്യമായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വീടെന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതാണ്. ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡിൽ പിണ്ണാക്കനാട്, കപ്പാട് എന്നീ ടൗണുകൾക്ക് മധ്യത്തിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വന്നു. നല്ലൊരു ഇരിപ്പിടം, വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല സൗകര്യമാണ്. അതുപോലെ തന്നെ TV ഒക്കെ കാണുന്നവർക്കും ഇവിടെ ഇരിക്കാം. ഇല്ലേ, പ്രാർത്ഥനയ്ക്കായിട്ട് ഇരിക്കുമ്പോൾ അതിനൊക്കെ ആയിട്ട് നല്ല സൗകര്യത്തിൽ ഒരു ഇരിപ്പിടവും കൂടി അവിടെ സെറ്റാക്കിയിരിക്കുന്നു. ഇതൊരു ഓപ്പൺ കിച്ചണാണ്. കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. നല്ല രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ എന്ന് തന്നെ പറയാം. അധികം വലിപ്പമില്ല, എല്ലാം വാസ്തു നോക്കി നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ചെയ്തിരിക്കുന്നതാണ്. എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ ആണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. കിച്ചണിൽ നിന്ന് നമ്മൾ വർക്ക് ഏരിയയിലേക്കാണ് വരുന്നത്. വർക്ക് ഏരിയയിലും മുകളിലും താഴെയുമൊക്കെ ആയിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നു. കണ്ടല്ലോ നിങ്ങൾക്ക്, ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില 72 ലക്ഷം രൂപ മാത്രമാണ്. യാതൊരുവിധ പ്രളയ ഭീഷണിയോ മണ്ണിടിച്ചിലോ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു മേഖലയിൽ എന്തുകൊണ്ടും സൗകര്യപ്രദമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന വടക്ക് ദർശനത്തിൽ പൂർണ്ണമായിട്ടും വാസ്തുശാസ്ത്ര വിധിപ്രകാരവും നല്ലൊരു മികച്ച എഞ്ചിനീയറുടെ പ്ലാനിൽ പണിതിരിക്കുന്നതുമായ മനോഹരമായിട്ടുള്ള ഒരു വീട്. ഹൈവേയിൽ നിന്ന് 250 മീറ്റർ ദൂരത്തിൽ 72 ലക്ഷം രൂപ ചോദിക്കുന്നത് മാത്രമാണ് ചെയ്യുന്നത്. വിലയിൽ മാന്യമായിട്ടുള്ള കുറവുകൾ ഇനിയും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഈ വീട് സ്ഥലവും കാണാൻ ആഗ്രഹമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക. നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. ധൈര്യമായിട്ട് വാങ്ങാം, പെട്ടെന്ന് വിളിച്ചോളൂ.